പൊതുജനങ്ങൾ നൽകുന്ന നിവേദനങ്ങൾക്ക് മറുപടി നൽകുമ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്ന് ചേർക്കണമെന്ന് ഉത്തരവ്. മന്ത്രിമാരുടെ മറുപടിയിലും ബഹു എന്ന് ചേർക്കണം. ഉദ്യോഗസ്ഥ ഭരണപരിഷ്കാര വകുപ്പിന്റേതാണ് ഉത്തരവ്. KR സാജു കൂടുതൽ വിവരങ്ങളുമായി. സാജു, ഇത് എന്താണ് സംഗതി? നിഷാദെ, കഴിഞ്ഞ മാസം 30-ാം തീയതിയാണ് ഉദ്യോഗസ്ഥ ഭരണപരിഷ്കാര വകുപ്പിൽ നിന്നും ഉത്തരവിറങ്ങിയിരിക്കുന്ന. ഉത്തരവിൽ പറയുന്നത് സംസ്ഥാനത്തെ സർക്കാർ ഓഫീസുകളിൽ നിന്നും പരാതികൾക്കും അപേക്ഷകൾക്കുമൊക്കെ മറുപടി നൽകുമ്പോൾ, അതായത് മന്ത്രിമാർക്കും മറ്റും നൽകുന്ന നിവേദനങ്ങൾക്കും മറുപടി നൽകുമ്പോൾ ബഹു എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് വേണം ആ മറുപടി നൽകാൻ എന്നാണ് പേഴ്സണൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് വകുപ്പിന്റെ സർക്കുലർ പറയുന്നത്. ആണ് ഇക്കാര്യം. അതിനകത്ത് ഇങ്ങനെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്: സർക്കാർ സേവനങ്ങളിൽ പരാതി നൽകുന്ന ആളുകൾക്ക് മറുപടി നൽകുമ്പോൾ ഇനി ബഹുമാനാർത്ഥം മന്ത്രിമാരുടെയും മറ്റും പേരിനു മുമ്പ് ബഹു എന്ന് ചേർക്കണം. മന്ത്രിമാർക്ക് ലഭിക്കുന്ന പരാതികൾക്കും അപേക്ഷകൾക്കും മറുപടി നൽകുമ്പോൾ ഈ നിർദ്ദേശം പാലിക്കണം എന്നാണ് പറയുന്നത്. സെക്രട്ടേറിയറ്റിലെ അണ്ടർ സെക്രട്ടറിയാണ് ഇത് സംബന്ധിച്ച, അതായത് ഉദ്യോഗസ്ഥ ഭരണപരിഷ്കാര വകുപ്പിലെ അണ്ടർ സെക്രട്ടറിയാണ് ഇത് സംബന്ധിച്ച സർക്കുലറിൽ ഒപ്പുവെച്ചിരിക്കുന്നത്. എല്ലാ സർക്കാർ വകുപ്പുകൾക്കും ജില്ലാ കളക്ടർമാർക്കും ഓഫീസ് മേധാവികൾക്കും ഇത് സംബന്ധിച്ച നിർദ്ദേശങ്ങളായി ഇത് നൽകിയിട്ടുണ്ട്. ഒപ്പം മന്ത്രിമാരുടെ പ്രൈവറ്റ് സെക്രട്ടറിമാർ അടക്കമുള്ളവർക്കും ഈ ഉത്തരവിന്റെ പകർപ്പ് കൈമാറിയിട്ടുണ്ട്. ഇത് ഭരണഘടനയുടെ ആർട്ടിക്കിൾ 18 വിരുദ്ധമാണ് എന്ന ചോദ്യമൊക്കെ ഇപ്പോൾ പല കേന്ദ്രങ്ങളിൽ നിന്നും ഉയരുന്നുണ്ട്. സൈനിക അക്കാദമിക് പദവികൾ ഉള്ളവരെയാണ് സാധാരണ സ്ഥാനപ്പേരുകൾ വിളിക്കാറുള്ളത്. മറ്റുള്ളവർ നിരോധിക്കുന്ന ഒരു ഭരണഘടനയുടെ ആർട്ടിക്കിൾ 18 അതിന് വിരുദ്ധമാണ് ഈ നിർദ്ദേശം എന്നൊക്കെയുള്ള ആക്ഷേപങ്ങളും മറ്റും ഉയരുന്നുണ്ട്. ഏതായാലും ഒരു ബഹുമാനക്കുറവ് നേരിടുന്നത് കൊണ്ടായിരിക്കും സ്വന്തമായി വകുപ്പിലേക്ക് വരുന്ന അപേക്ഷകൾക്കും മറ്റും മറുപടി നൽകുമ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മറുപടി, ബഹുമാനപ്പെട്ട മന്ത്രിയുടെ മറുപടി എന്ന ബഹു ചേർക്കണം എന്ന നിർദ്ദേശം ഒരു ഉത്തരവായി ഇറക്കുന്നതിലേക്ക് എത്തിയിരിക്കുന്നത് എന്നാണ് സംശയിക്കേണ്ടിയിരിക്കുന്നത്. നിഷാദ്, ശരി, സർക്കാരിന്റെ കുറിപ്പുകൾക്കകത്ത് മന്ത്രിമാരെയും മുഖ്യമന്ത്രിയും ഒക്കെ പരാമർശിക്കും. അതിന്റെ കൂടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ബഹുമാനപ്പെട്ട എക്സൈസ് മന്ത്രി എന്നൊക്കെ ചേർക്കണം.